അത്രമാത്രം മനുഷ്യവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു വനനിയമം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ വനനിയമമാണ് പ്രശ്നം എന്ന് സംസ്ഥാന സർക്കാർ, സംസ്ഥാന വനം വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കിയ നിയമമാണ്, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമമാണ് ഈ വനനിയമം. ഇത് ഭേദഗതി ചെയ്യുമോ? കടുവ, പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു 6-അംഗ സമിതി രൂപീകരിക്കലാണ്. പുലി നാട്ടിലിറങ്ങിയാൽ ഈ 6-അംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ്. അപ്പൊ ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പുലി അവിടെ തന്നെ നിൽക്കുമെന്ന് കാണാൻ പറ്റില്ല. സ്ഥിരമായി മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന, കൊല്ലുന്നത് ശീലമാക്കിയ കടുവയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടില്ല. ഈ വൈൽഡ് ലൈഫ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ MP മാർ, പ്രതിപക്ഷത്തിനാണുള്ള MP മാരിൽ എണ്ണം കൂടുതൽ, അവരെന്ത് ശബ്ദമുയർത്തിയിട്ടുണ്ട് പാർലമെന്റിൽ ഇതുവരെ? ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി അവിടുത്തെ MP ആണ്, പ്രിയങ്ക ഗാന്ധി ഇപ്പോഴത്തെ MP ആണ്. പ്രിയങ്ക ഗാന്ധി അല്പം മുമ്പ് അനുശോചിച്ചിട്ടുണ്ട്. ഈ വനനിയമ ഭേദഗതിക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ശബ്ദമുയർത്തുന്നു. നാളെ മലയോര ജാഥ നടത്തുകയാണ് UDF. ഇതേ വിഷയമാണ് അവർ ഉന്നയിക്കാൻ പോകുന്നത്. ഇവരുടെ MP മാർ നാളെ പാർലമെന്റിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഈ വനനിയമ ഭേദഗതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുകയോ ചെയ്യുമോ? ഇതിനോട് കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്താണ് എന്ന് പറയേണ്ടത് BJP ആണ്.